BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി വിജയകരമായി മുന്നേറുമ്പോഴും അത് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. യാത്രക്കാരെ വലിയ തോതിൽ നഷ്ടപ്പെട്ട സ്വകാര്യ ബസ്സുകൾക്ക് ആശ്വാസമേകാനും ഗതാഗത മേഖലയിലെ ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്താനും ലക്ഷ്യമിട്ട് KSRTC ഓർഡിനറി സർവീസുകളുടെ സമയക്രമം പുനഃക്രമീകരിക്കാൻ സർക്കാർ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാകാതെ സ്വകാര്യ ബസ്സുകൾക്കും ആവശ്യമായ യാത്രക്കാരെ ലഭിക്കുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം ആലോചിക്കുന്നത്. നിലവിൽ സർവീസ് നടത്തുന്ന 3125 ഓർഡിനറി ബസ്സുകളിൽ ഏകദേശം 40% ഷെഡ്യൂളുകളും സ്വകാര്യ ബസ്സുകളുമായി നേരിട്ടുള്ള മത്സരമുണ്ടാക്കുന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട റൂട്ടുകളിൽ 5 മുതൽ 10 മിനിറ്റ് വരെ സമയവ്യത്യാസം വരുത്താനാണ് ആലോചന. വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷങ്ങളായി KSRTC നിരവധി റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകളുമായി മത്സരിച്ചാണ് സർവീസ് നടത്തിയിരുന്നത്. കൂടുതൽ യാത്രക്കാരുള്ള സമയങ്ങൾ സ്വന്തമാക്കുന്നതിനായി റൂട്ട് കോൺഫറൻസുകളിൽ സ്വകാര്യ ബസ്സുകാരുമായി തർക്കങ്ങളുണ്ടായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. യാത്രക്കാരുമായി പോകുന്ന സ്വകാര്യ ബസ്സുകൾക്ക് മുന്നിൽ KSRTC ബസ്സുകൾ ഓടിച്ചതായും പരാതികൾ ഉയർന്നിരുന്നു. ഡിപ്പോകളുടെ വരുമാനം ഉയർത്തണമെന്ന സമ്മർദ്ദമാണ് ഇത്തരം നടപടികൾക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്ന ശേഷവും ഈ ഷെഡ്യൂളുകളിൽ മാറ്റം വരുത്തിയിരുന്നില്ല. ചില റൂട്ടുകളിൽ പ്രിയദർശിനി ഓർഡിനറി ബസ്സുകൾ ആവശ്യത്തിലധികം ഉണ്ടെന്ന പരാതി ഉണ്ടെങ്കിലും മറ്റു ചില മേഖലകളിൽ പദ്ധതി പരിമിതമായി മാത്രമാണ് ലഭ്യമാകുന്നത്. കൂടുതൽ KSRTC സർവീസുകളുള്ള തെക്കൻ ജില്ലകളിൽ പോലും എല്ലാ റൂട്ടുകളിലും സൗജന്യ യാത്രയുടെ പ്രയോജനം ലഭിക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ 320 സിറ്റി ഫാസ്റ്റ് ബസ്സുകളും ഏതാനും റൂട്ടുകളിലാണ് കൂടുതലായി സർവീസ് നടത്തുന്നത്. അതേസമയം ചില പാതകളിൽ പ്രിയദർശിനി ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതിന് ശേഷം സ്വകാര്യ ബസ്സുകളുടെ പ്രതിദിന വരുമാനത്തിൽ 1500 മുതൽ 2000 രൂപ വരെ കുറവുണ്ടായതായി മന്ത്രി CP ജോൺ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. വാഹന നികുതിയിൽ 50% ഇളവ് നൽകിയിട്ടും ഇത്രയും സാമ്പത്തിക നഷ്ടം സഹിച്ച് സർവീസ് തുടരുക സ്വകാര്യ ബസ് ഉടമകൾക്ക് ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരിക്കൽ 24,000-ത്തിലധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന കേരളത്തിൽ ഇപ്പോൾ അവയുടെ എണ്ണം 8,000-ൽ താഴെയായി ചുരുങ്ങിയിട്ടുണ്ട്. പൊതുഗതാഗതം ശക്തിപ്പെടുത്താനായി നടപ്പാക്കിയ പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ്സുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ അത് സർക്കാരിന്റെ ഗതാഗത നയത്തിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് റൂട്ട് പുനഃക്രമീകരണം പരിഗണിക്കുന്നത്. പദ്ധതിയുടെ അവലോകനത്തിന്റെ ഭാഗമായിരിക്കും പുതിയ ഷെഡ്യൂൾ നടപ്പാക്കുക. അതേസമയം പ്രിയദർശിനി പദ്ധതിയിലൂടെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഏകദേശം 30% വർദ്ധിച്ചതായാണ് KSRTC കണക്കുകൾ വ്യക്തമാക്കുന്നത്. സൗജന്യ യാത്രയുടെ ടിക്കറ്റ് തുക സർക്കാർ നൽകുന്നതിനാൽ കോർപ്പറേഷന്റെ വരുമാനത്തിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയദർശിനി പദ്ധതി മൂലം സ്വകാര്യ ബസ്സുകൾക്കുണ്ടായ കനത്ത നഷ്ടം പരിഹരിക്കാൻ നികുതി ഇളവിന് പുറമെ ഇന്ധന സബ്സിഡി വേണമെന്ന ആവശ്യവും ബസ് ഉടമകളുടെ സംഘടനകൾ ശക്തമാക്കിയിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾ കൂട്ടത്തോടെ സർവീസ് നിർത്തിവെച്ചാൽ അത് വലിയ യാത്രാക്ലേശത്തിന് കാരണമാകുമെന്നതിനാലാണ് സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. കൂടാതെ നിലവിലെ സമയ പുനഃക്രമീകരണം KSRTC ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേണിനെയും ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ യൂണിയനുകളുമായി ചർച്ച നടത്തി മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ. ഒപ്പം സ്ത്രീകളുടെ സൗജന്യ യാത്ര കുറവുള്ള മലബാർ മേഖലയിലേക്ക് കൂടുതൽ പ്രിയദർശിനി ഓർഡിനറി ബസ്സുകൾ റീ അലോട്ട് ചെയ്യാനും ഈ അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.